സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു അടിപൊളി ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നമ്മൾ അൺബോക്സിങ്ങും ഓവർ റിവ്യൂവും ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ JBL ഒരു പ്രോഡക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ബോക്സ് കാണാം. അതിൻ്റെ അങ്ങനെ ഗൈസ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് എന്നും പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോക്ക് താഴെ ചുമൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുന്ന ബെൽ ഐക്കൺ കൊടുന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന പോലെ അൺബോക്സിങ്ങും ഗെയിമിങ്ങും ടിപ്സും അതുപോലത്തെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് നേരിട്ട് തന്നെ വീട്ടിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് നമ്മുടെ JBL നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ തരുന്ന ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് തന്നെയാണ്. നമുക്ക് ബാക്കിലേക്ക് പോകണം. ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇത് എത്ര മീറ്റർ വരെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 8.6 മീറ്റർ വരെയാണ് നമുക്ക് ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നത്. അതേ കൂടുതൽ പോയിക്ക് നമുക്ക് കേൾക്കത്തില്ല. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പറയാൻ പോയി നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആവും. എന്തായാലും നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് നമ്മൾ ചെയ്യുകയാണ്. സാധനം നമ്മൾ അൺബോക്സ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജറും പിന്നെ ഇതിൻ്റെ അറ്റത്ത് വരുന്നത് ഇപ്പോൾ നമുക്ക് ഇതിനകത്തിരിക്കുന്ന ഏറ്റവും വലിയ ബഡാണ്. ഇതിനെക്കാളും ചെറിയ ബഡും ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തു. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ഹെഡ്ഫോണിൻ്റെ ബഡിൻ്റെ കാര്യം, ഇയർ ബഡിൻ്റെ കാര്യമാണ് ഗൈസ്. അപാര ക്വാളിറ്റിയാണ് ഇയർ ബഡിനും ഇവിടുത്തെ കാര്യത്തിനെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെയറിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ അത്ര പൊട്ടിപ്പോകുന്ന വെയറോ ഒന്നുമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വെയർ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വരുവാണെങ്കിൽ 2 അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്ന ഈ സാധനത്തിനാണ് ഞാൻ അഡാപ്റ്റർ എന്ന് ഉദ്ദേശിച്ചത്. എന്തായാലും വേണ്ടേ ഈ സാധനത്തിന് ഒന്നിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല, ചുമ്മാ നമുക്ക് ഇട്ടേക്കുന്നതാണ്. ഇവിടെ JBL ഒരു ബ്രാൻഡ് നെയിമും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ അഡാപ്റ്റർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൺ ബട്ടണും വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതെങ്ങനെ ഓണാക്കുന്നത് വെച്ചാൽ നമ്മളാണ്ട് ചെറിയ ബട്ടൺ ഓണാക്കുന്നത്. അത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ദൈവത്തെ അവിടെ നിൽക്കൊരു കത്തുന്നുണ്ടൊരു ബ്ലൂ ലൈറ്റ്. അതാണ് നമ്മൾ ഓണായെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇതെങ്ങനെ ഓഫാക്കുന്നത് വെച്ചാൽ നമ്മൾ ഓണാക്കുന്ന ബട്ടണിൽ തന്നെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും. റെഡ് ലൈറ്റും കൂടെ കത്തുന്നതായിരിക്കും. കണ്ടോ? പിന്നെ ഹെഡ്ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ചാർജ് കുത്താനുള്ള സ്ഥലം. അന്നേരം ഈ സാധനത്തിൻ്റെ ഓവർ റിവ്യൂ ഇത്തരം കാര്യം. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നമുക്ക് നോക്കാം. സൗണ്ട് ക്ലാരിറ്റി പറയാനാണെങ്കിൽ അപാര സൗണ്ട് ക്ലാരിറ്റിയാണ്. അപ്പോൾ ഗെയിം കളിക്കുന്ന കൂട്ടുകാരാണെങ്കിലും പാട്ട് കേൾക്കുന്ന കൂട്ടുകാരാണെങ്കിലും പാട്ട് കേൾക്കുന്ന കൂട്ടുകാരും പിന്നെ നമ്മൾ എല്ലാത്തിനാണെങ്കിലും അപാര നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ഹെഡ്ഫോൺ തന്നെയാണിത്. അതുകൊണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്കും പോയി വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ കളറിൻ്റെ വെച്ചാണ് ഇതിൻ്റെ വില വരുന്നത്. ഏറ്റവും കൂടിയ കളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ കളർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കളറാണ്. എൻ്റെ ഈ കളറിനാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് വരുന്നത്. പിന്നെ ഏറ്റവും കുറഞ്ഞൊരു നീല കളർ എന്തോ ആണ് നമുക്കത് വരുന്നത്. അതിന് 1800 അത്ര എങ്ങാണ്ടാണ് ലഭിക്കുന്നത്. ഞാനെടുത്തന്നെ ഇപ്പോൾ ഈ 2090 രൂപയാണ് ഇതിന് വരുന്നത്. കടയിൽ ചില 3000 രൂപയൊക്കെ ആവുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി പ്രോഡക്റ്റാണ്. JBL നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനുള്ളൂ. തന്നെ ഗൈസ് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇതാണ്. നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഹെഡ്ഫോൺ വെച്ച് കാണിക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ടൊന്നും പോകത്തില്ല. താഴെ ഇത് താഴോട്ടൊന്നും പോകുന്നില്ല. ഈ പ്രോഡക്റ്റ് താഴോട്ടൊന്നും പോകുന്നില്ല. അന്നേരം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടാണ് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമല്ല നമ്മളിടുന്ന ലൈവും ഗെയിമിംഗ് വീഡിയോസും ടിപ്സും എല്ലാം നോട്ടിഫിക്കേഷനിലേക്കുള്ളൂ. അന്നേരം ഇത്രയോ ഫോളോ ഒരു കാര്യമാണ് ലൈക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അന്നേരം ഇത്രയുള്ള അടുത്ത